തിരുപ്പതി ലഡു വിവാദത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് ആന്ധ്ര മുഖ്യമന്ത്രി. SIT അന്വേഷണം IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിനായി പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കുമെന്നും ചന്ദ്രബാബു നായിഡു. അതേസമയം ക്ഷേത്രങ്ങളുടെ ഭരണപരിപാലന നിർവഹണത്തിന് വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിയോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ മേൽനോട്ടം വഹിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, ഇത് ഏറ്റവും കൂടുതൽ ന്യായപരമായ ഒരു ഹർജിയായി തന്നെ കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം എത്രയോ ലക്ഷം അല്ലെങ്കിൽ കോടിക്കണക്കിന് ജനങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ചില വിവരങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിരുന്നത്. കാരണം തിരുപ്പതി ലഡുവിൽ ഇത്തരത്തിൽ മീനെണ്ണയും മൃഗക്കൊഴുപ്പും ഉണ്ട് എന്ന് പറയുന്ന കാര്യം ആദ്യം തന്നെ ചന്ദ്രബാബു നായിഡു ഇത് ഉന്നയിച്ചപ്പോൾ YSR കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഇതൊരു രാഷ്ട്രീയ ആരോപണമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയായിരുന്നു. അതിനുശേഷം ക്ഷീരവികസന ബോർഡിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായി അവരുടെ ലാബിൽ പരിശോധിച്ചതിന് ശേഷം പുറത്തേക്ക് വന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ മീനെണ്ണയും മൃഗക്കൊഴുപ്പും ചേർന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം YSR കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് മൗനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന് ഇത്തരത്തിൽ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുക അല്ലെങ്കിൽ വിശ്വാസങ്ങളെ സംരക്ഷിക്കാൻ കൃത്യമായ ഒരു സമിതി അല്ലെങ്കിൽ ഒരു ബോർഡ് രൂപീകരിക്കണം, കൃത്യമായ ഉദ്യോഗസ്ഥർ അതിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ഒരു കാര്യം അത് തികച്ചും ന്യായപരമായി തന്നെ നമുക്ക് കാണേണ്ടതില്ലേ? സർക്കാർ ഭരണത്തിലുള്ള ക്ഷേത്രങ്ങളുടെ ഭരണ പരിപാലന ചുമതല അത് വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിയോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ മേൽനോട്ടം വഹിക്കുന്ന ഒരു ഭക്തജന സമിതിക്ക് കൈമാറണമെന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു സ്വകാര്യ വ്യക്തി നൽകിയ ഹർജി. അതായത് കാലാകാലങ്ങളിലായി ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെക്കുന്നതും ഇതേ ആവശ്യം തന്നെയാണ്. ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിൽ രാജ്യത്തെ വിവിധ സർക്കാരുകൾ ഭരിക്കുന്ന ക്ഷേത്രങ്ങളുടെ ശോചനീയാവസ്ഥയും അഴിമതിയും അടക്കം ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. പ്രത്യേകിച്ച് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ കാര്യവും ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഈ ഹർജി അതായത് ഈ ഹർജിയിൽ വ്യക്തമാക്കുന്നത് ഇത്തരം ക്ഷേത്രങ്ങൾ നാശത്തിന്റെ വക്കിലേക്ക് കടന്നിരിക്കുകയാണ്. മാത്രമല്ല അവിടെ അഴിമതി അടക്കമുള്ളവ അവിടെ നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ തിരുപ്പതി ദേവസ്ഥാനത്ത് നടന്ന ഈ വലിയ അക്രമം അല്ലെങ്കിൽ ഈ ലഡു നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന നെയ്യിൽ മീനെണ്ണയും അതേപോലെ തന്നെ മറ്റ് മാംസം ഒക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ പന്നിയുടെ അടക്കം നെയ്യ് ഉപയോഗിച്ച ഒരു സാഹചര്യം അത് വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ് എന്നടക്കം ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല സമാനമായ ഹർജി നേരത്തെ തന്നെ അവിടെ നൽകിയിട്ടുണ്ട്. അതായത് ഹിന്ദു സേവാ സമിതിയും സമാനമായ ഒരു ഹർജി നേരത്തെ തന്നെ അവിടെ നൽകിയിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. ഏതായാലും ഇപ്പോൾ സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളിലേക്ക് നീങ്ങിയാൽ അത് കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മറ്റ് ദേവസ്വം ബോർഡുകളും അടക്കം അത് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ ഹൈന്ദവ സംഘടനകൾ കാലാകാലങ്ങളായി ഈ ആവശ്യം മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഹർജിയും ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ എത്തിയിരുന്നു. അതായത് YSR കോൺഗ്രസ് നേതാവും MP-യും അതേപോലെ തന്നെ തിരുമല ദേവസ്വത്തിന്റെ മുൻ ചെയർമാനുമായ YV സുബ്ബറെഡ്ഡിയാണ് ഈ ഒരു ഹർജി നൽകിയിരിക്കുന്നത്. ഇതിൽ സുതാര്യമായ ഒരു അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സുബ്ബറെഡ്ഡി ഇത്തരത്തിലൊരു ഹർജിയുമായി സുപ്രീം കോടതിയിൽ സമീപിച്ചിരിക്കുന്നത്. അതേസമയം ഇന്ന് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ തിരുപ്പതിയിൽ പ്രത്യേക യോഗം ചേർന്നിരുന്നു. മാർഗദർശൻ മണ്ഡൽ യോഗം ചേർന്ന് ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് തിരുമലയിൽ നടന്നത് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സമഗ്രമായ റിപ്പോർട്ട് പങ്കുവയ്ക്കുകയായിരുന്നു എസ് നന്ദഗോപൻ.